ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊല്ലം കടക്കലിൽ മഴ നനയാതിരിക്കാൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറി നിന്ന 2ാം ക്ലാസ്സുകാരിയെ ശാരീരികമായി ഉപദ്രവിച്ച 40-കാരൻ അറസ്റ്റിൽ. ആറ്റുപുറം സ്വദേശി ഷൈജുവാണ് അറസ്റ്റിലായത്. 4 മണിക്ക് സ്കൂൾ വിട്ട് വരവെ അപ്രതീക്ഷിതമായി മഴ പെയ്തതിനെ തുടർന്ന് കുട്ടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറിയപ്പോഴായിരുന്നു സംഭവം. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? കുട്ടി സുരക്ഷിതയല്ലേ നിലവിൽ? ഈ പ്രതിയെ ചോദ്യം ചെയ്യുകയാണോ? ാണ് വൈകിട്ട് 4 മണിയോടെയാണ് ഈ കുട്ടി സ്കൂൾ വിട്ട് വന്നപ്പോൾ ഈ മഴ പെയ്യുന്നത്. മഴ പെയ്തപ്പോൾ കുട്ടി കടയ്ക്കലിലെ തന്നെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് നനയാതിരിക്കാൻ വേണ്ടി കയറുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഷൈജുവിനെ ഈ കുട്ടിക്ക് അറിയാമായിരുന്നു. ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഷൈജു ഉണ്ടായിരുന്നു. അപ്പോൾ പരിചയമുള്ള ഇയാളുടെ അടുത്ത് കുട്ടി നിന്നപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് ഇയാൾ വന്ന് സുഖവിവരങ്ങൾ തിരക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ശാരീരികമായി ഉപദ്രവിക്കുന്നത്. കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ കുട്ടി ബഹളം വെച്ചു. ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത്. ഈ ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് ഈ ഷൈജു അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സംഭവം അറിഞ്ഞ നാട്ടുകാർ ഈ ഷൈജുവിനായി ഏറെ നേരം തിരച്ചിൽ നടത്തുകയും തൊട്ടടുത്തുള്ള മലയിൽ നിന്നുമാണ് പിന്നീട് ഷൈജുവിനെ കണ്ടെത്തുന്നത്. ഈ ഷൈജുവിനെ കണ്ടെത്തി പിന്നീട് കടയ്ക്കൽ പോലീസിനെ വിവരം അറിയിച്ച് പോലീസ് വന്ന് ഈ ഷൈജുവിനെ അവിടെ നിന്നും കൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു 40-കാരനാണ് ഇത്തരത്തിൽ 2ാം ക്ലാസ്സുകാരിയെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുള്ളത്. അതും മഴ നനയാതിരിക്കാൻ വേണ്ടി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറിയപ്പോൾ, അതായത് പൊതുവായ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരാണ് പിന്നീട് ഇടപെട്ട് ഈ പ്രതിയെ പിടികൂടുന്നത്. അശ്വതി.